ഇപ്പോൾ ഈ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് എന്ന ചാപ്റ്ററിൽ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. CBSE മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. എ 2-digit number is 4 times the sum of its digits and twice the product of the digits. Find the number. അപ്പോൾ ഒരു 2-digit നമ്പർ അത് 4 times sum of digits ആണ്. അതുപോലെ അതിൻ്റെ ആ 2-digit നമ്പർ എന്ന് പറഞ്ഞാൽ twice the product of digits ആണ്. അപ്പോൾ നമ്മുടെ 2-digit നമ്പർ നമ്മൾ എടുക്കുന്നത് XY ആയിട്ടാണ് എടുക്കുന്നത് എന്ന് വിചാരിക്കുക. അതായത് ലെറ്റ് ദ ഡിജിറ്റ്സ് ഇൻ ടെൻസ് പ്ലേസ് ബി എക്സ്, വൺസ് പ്ലേസിലുള്ളത് Y ആയിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പോൾ നമ്മുടെ 2-digit നമ്പർ എന്തായി മാറും? അതായത് നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ 65 ഇങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ടെൻസ് പ്ലേസിലുള്ള നമ്പറിനെ 10 × 6 + 5 എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ 10 × 6 എന്ന് പറഞ്ഞാൽ 60 + 5 എന്താണ്? 65. അപ്പോൾ നമ്മളിവിടെ 2-digit നമ്പർ എന്ന് പറയുന്നത് അങ്ങനെയാണ് എടുക്കുക. ടെൻസ് പ്ലേസിലുള്ള നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ അത് XY അല്ലെങ്കിൽ YX എങ്ങനെ വേണമെങ്കിലും എടുക്കുക. അപ്പോൾ XY ആണ് എടുക്കുന്നതെങ്കിൽ ടെൻസ് പ്ലേസിലുള്ള നമ്പർ X ആണ്, വൺസ് പ്ലേസിലുള്ള നമ്പർ Y ആണ്. അപ്പോൾ 2-digit നമ്പർ എന്ന് പറയുന്നത് 10X + Y ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ 2-digit നമ്പർ, let the 2-digit number be എങ്ങനെയാണ് വരുന്നത്? 10X + Y ആണ്. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ട് 2 ഇക്വേഷൻ ഫോം ചെയ്തിട്ട് എക്സും വൈയും കണ്ടുപിടിക്കുക. അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ 2-digit നമ്പർ, നമ്മുടെ 2-digit നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 4 times the sum of its digits. ഇതിന്റെ ഡിജിറ്റ്സിന്റെ സമ്മിന്റെ 4 ടൈംസിന് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4 × X + Y. അതായത് ഒരു 2-digit നമ്പർ എന്ന് പറയുന്നത് 4 times sum of its digits. സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ ആ ഡിജിറ്റ്സിന്റെ സമ്മാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ 10X + Y = 4X + 4Y. പിന്നെ നമ്മൾ എല്ലാം ഒരേ സൈഡിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ 10X + Y - 4X - 4Y = 0. ഇനി 10X - 4X എന്ന് പറയുന്നത് 6X - 3Y = 0. ഇതിലിപ്പോൾ നമുക്ക് 3 കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ഇതിനെ എങ്ങനെ ചെയ്യാം? 2X - Y = 0. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് 2-digit നമ്പർ ട്വൈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഡിജിറ്റ്സ് ആണ്. അപ്പോൾ 2-digit നമ്പർ എന്ന് പറയുന്നത് 10X + Y ആണ്. ഇത് ട്വൈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഡിജിറ്റ്സ്, ഡിജിറ്റ്സിന്റെ പ്രോഡക്റ്റിന്റെ ട്വൈസിന് ഈക്വൽ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കിത് സോൾവ് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ ഒന്നുമില്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അല്ലെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് എടുത്തിട്ടാണ് എക്സും വൈയും കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിൽ ഇപ്പുറത്തെ XY എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ 2X, അതായത് 2X - Y = 0 ആണെങ്കിൽ Y = 2X എന്ന് കിട്ടും. Y = 2X എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 2. ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. 10X + Y എന്ന് പറയുന്നത് എന്താണ്? 2X = 2X × Yയുടെ പ്ലേസിൽ എന്ത് വന്നു? 2X. അപ്പോൾ ഇത് 12X. 12X = 4x² എന്നാണ് നമുക്ക് കിട്ടുന്നത്. 4x² എന്ന് പറയുമ്പോൾ 4x² - 12x = 0 എന്ന് കൊടുക്കുക. അപ്പോൾ 4x² = 12x എന്നാണ് നമുക്കുള്ളത്. അപ്പോൾ 4x² - 12x = 0. അപ്പോൾ ഇതിൽ 4x കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ x - 3 = 0. അപ്പോൾ ഇവിടെ x - 3 = 0, x = 3 എന്ന് കിട്ടും. x 3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ y = 2x ആണ്. y = 2x എന്ന് പറയുമ്പോൾ 2 × 3 = 6. y 6 ആണ് നമ്മുടെ 2-digit നമ്പർ. therefore നമ്പർ എന്തായിരിക്കും? therefore നമ്പർ = നമ്മൾ XY എന്നാണ് എടുത്തത്, അല്ലെങ്കിൽ 10X + Y രണ്ടിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? 36. അപ്പോൾ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 36 ആണ്. നിങ്ങൾ YX ആണ് എടുത്തതെങ്കിൽ 63. അപ്പോൾ 36 നമ്മളിങ്ങനെ എടുത്തത് കൊണ്ട് 36. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 36 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ 2-digit നമ്പർ ഈസ് സച്ച് ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് ഈസ് 20. ആ ഡിജിറ്റ്സിന്റെ പ്രോഡക്റ്റ് 20 തന്നിട്ടുണ്ട്. ഇഫ് 9 ഈസ് ആഡഡ് ടു ദ നമ്പർ ദ ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ദർ പ്ലേസസ്, ഫൈൻഡ് ദ നമ്പർ. അപ്പോൾ ഇവിടെ നമ്മുടെ 2-digit നമ്പർ നമ്മൾ ടെൻസ് പ്ലേസിലുള്ളത് X ആയിട്ടും എടുക്കുന്നു, വൺസ് പ്ലേസിലുള്ളത് Y ആയിട്ടും എടുക്കുകയാണെങ്കിൽ നമ്മുടെ 2-digit നമ്പർ, ലെറ്റ് ദ 2-digit നമ്പർ ബി എന്താണ് വരിക? നമുക്ക് 10X + Y ആണ്. അപ്പോൾ
അടുത്തത് നമുക്ക് ഇതിൽ ഇന്റർചേഞ്ച് നമ്പർ വേണം. ഇന്റർചേഞ്ച് നമ്പർ എന്തായിരിക്കും ഇവിടെ? ഇന്റർചേഞ്ച് നമ്പർ ഈക്വൽ ടു, ഇതിനെ നേരെ തിരിച്ചെഴുതുക. അതായത് എക്സ് വൈ എന്നുള്ളത് വൈ എക്സ് എന്നാവുമ്പോൾ എന്താവും? 10y പ്ലസ് എക്സ് ആവും. അപ്പൊ ഇന്റർചേഞ്ച് നമ്പർ എന്ന് പറയുന്നത് 10y പ്ലസ് എക്സ് ആണ്. അപ്പൊ ഇനി ക്വസ്റ്റ്യനിലുള്ള പ്രകാരം നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് എന്താണ്? 20. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് വൈ ഈക്വൽ ടു 20 ആണ്. പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്സ് 20 എന്നുള്ളത് കിട്ടി. ഇനി അടുത്തത് ഇഫ് 9 ഈസ് ആഡഡ് ടു ദ നമ്പർ, നമ്മുടെ നമ്പർ എന്താണ്? 10x പ്ലസ് വൈ ആണ്. അതിന്റെ കൂടെ 9 ആഡ് ചെയ്യുമ്പോൾ ദ ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ദർ പ്ലേസസ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഇതാണ്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് 9 ഈസ് ആഡഡ് ടു ദ നമ്പർ. ടു ദ നമ്പർ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ 2 ഡിജിറ്റ് നമ്പർ ആണ്, 10x പ്ലസ് വൈ. അതിന്റെ കൂടെ 9 ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്യുന്നു. അതാണ് നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ. അപ്പൊ ഇതില് 10x പ്ലസ് വൈ പ്ലസ് 9 മൈനസ് 10y മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നായി ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 10x മൈനസ് എക്സ് എന്ന് പറയുന്നത് 9x മൈനസ് 9y ഈക്വൽ ടു പ്ലസ് 9 ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് 9. ഇതിൽ 9 നമുക്ക് കോമൺ ആയിട്ടുള്ളത് കൊണ്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് 1. ഇവിടെ എക്സ് വൈ ഈക്വൽ ടു 20 ആണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു മൈനസ് 1. അപ്പൊ ഇവിടെ എക്സും വൈയും വന്നതുകൊണ്ട് നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷനും എലിമിനേഷൻ മെത്തേഡും ചെയ്യാൻ കഴിയാതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് ചെയ്യുന്നത്. അതായത് ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു എക്സിന് എന്ത് ചെയ്യുക? മൈനസ് 1 പ്ലസ് വൈ എന്ന് കൊടുക്കുക. ആ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 2ല് ഇക്വേഷൻ 1ല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് വൈ എന്നുള്ളത് ഇക്വേഷൻ 1ല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സാധാരണ നമുക്ക് എക്സ് പ്ലസ് വൈ അങ്ങനെയായിരിക്കും ഇക്വേഷൻ ഉണ്ടാവുക. രണ്ട് ക്വസ്റ്റ്യനിലും എങ്ങനെയാണുള്ളത്? പ്രോഡക്റ്റ് തന്നതുകൊണ്ട് എക്സ് വൈ എന്നാണുള്ളത്. അവിടെ നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. നോക്കാം എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് വൈ, എക്സ് വൈ ഈക്വൽ ടു 20 ആണ്. അവിടെ നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് വൈ എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എക്സിന്റെ പ്ലേസിൽ മൈനസ് 1 പ്ലസ് വൈ ഇൻറ്റു വൈ ഈക്വൽ ടു 20. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് വൈ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 20 ഈക്വൽ ടു 0. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് വൈ സ്ക്വയർ മൈനസ് വൈ മൈനസ് 20 ഈക്വൽ ടു 0. ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഫാക്ടറൈസ് ചെയ്യുക. അതിനുശേഷം ആ വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ മൈനസ് 20യും ഇവിടെ വൈയും ആണ്. അപ്പോൾ മൈനസ് 20 5 ഇൻറ്റു 4 എന്താണ്? 20 ആണ്. മൈനസ് 5 പ്ലസ് 4 എന്ന് പറയുന്നത് മൈനസ് വൈ ആയി. അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം? മൈനസ് 5y പ്ലസ് 4y മൈനസ് 20 ഈക്വൽ ടു 0. ഇനി ഇതിൽ നിന്ന് വൈയുടെ വാല്യൂ കിട്ടും. അതിനുശേഷം എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ y കോമൺ ആയിട്ട് എടുത്തു. y മൈനസ് 5 പ്ലസ് 4 ഇൻറ്റു വൈ മൈനസ് 5 ഈക്വൽ ടു 0. വൈ പ്ലസ് 4ഉം വൈ മൈനസ് 5ഉം ആണ് വരുന്നത്. അപ്പോൾ വൈ മൈനസ് 5 ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 5. ഇത് നമുക്ക് എടുക്കാൻ കഴിയില്ല, നെഗറ്റീവ് ആണ് വരിക. അപ്പോൾ വൈ ഈക്വൽ ടു 5 എന്ന് കിട്ടി. വൈ ഈക്വൽ ടു 5 ആണ്. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് 5. മൈനസ് 1 പ്ലസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. എക്സ് 4ഉം വൈ 5ഉം ആണ് കിട്ടുന്നത്. ദെർഫോർ നമ്പർ, നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഈക്വൽ ടു എക്സ് വൈ അല്ലെങ്കിൽ 10x പ്ലസ് വൈ. 10x പ്ലസ് വൈ ആണ് നമ്മുടെ നമ്പർ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 10 ഇൻറ്റു 4 പ്ലസ് 5, അപ്പോൾ 45 ആണ് നമ്മുടെ നമ്പർ. അങ്ങനെ കണ്ടുപിടിക്കുക. 2 ഡിജിറ്റ് നമ്പറിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യാം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 8 men and 12 boys can finish a work in 10 days and 6 men and 8 boys can finish it in 14 days. Find the time taken by 1 man alone and that by 1 boy alone to finish the work. നമുക്ക് ഒരു മാൻ മാത്രം ഒരു ബോയ് മാത്രം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് കാണേണ്ടത്. നമുക്ക് ഡേയ്സ് ആണ് ഇവിടെ കാണേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ലെറ്റ് 1 man alone can finish a work in
എക്സ് ഡേയ്സിൽ ഫിനിഷ് ചെയ്യുന്നു നമ്മൾ ലെറ്റ് ആയിട്ട് എടുക്കും. ലെറ്റ് 1 man alone can finish a work in x days and 1 boy alone in y days ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഒരു മാൻ മാത്രം ആ വർക്ക് ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന ഡേ എന്ന് പറയുന്നത് എക്സും ബോയ് മാത്രം ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന ഡേ എന്ന് പറയുന്നത് വൈ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലീനിയർ ഇക്വേഷൻ ഇതിൽ എക്സും വൈയും ആയിട്ട് നമ്മൾ എടുക്കുന്നു. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 man's 1 day's work. 1 man's 1 day's work എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? ഫിനിഷ് ചെയ്യാൻ എക്സ് ഡേ എടുക്കുകയാണെങ്കിൽ ആ ഒരു മാനിൻ്റെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/x. ഇപ്പം 4 ദിവസം കൊണ്ടാണ് നമ്മൾ ഒരു വർക്ക് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം അതിൻ്റെ 4/1 ഭാഗമേ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു മാൻ അലോൺ ഫിനിഷ് ചെയ്യാൻ എടുക്കുന്നത് എക്സ് ഡേയ്സ് ആണ്. ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ എക്സ് ഡേയ്സ് എടുക്കുകയാണെങ്കിൽ അയാളുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/x ആണ്. അതുപോലെ 1 boy 1 day's വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/y ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കണ്ടീഷൻ. ഒരു മാൻ്റെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/xും ഒരു ബോയിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 1/y. ഇവിടെ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? 8 men. അപ്പോൾ 8 men ആവുമ്പോൾ 8/x പ്ലസ് 12 boys ആണ് 12/y. ഒരു ബോയിയുടേത് 1/y ആണെങ്കിൽ 12 ബോയിയുടേത് 12/y ഈക്വൽ ടു അവർ എത്ര ദിവസം കൊണ്ടാണ് ഫിനിഷ് ചെയ്യുന്നത്? 10 days ആണ്. അപ്പോൾ 1/10 വന്നു ഫസ്റ്റ് ഇക്വേഷൻ. 8/x പ്ലസ് 12/y ഈക്വൽ ടു 1/10. ഇനി അടുത്തത് 6 men. 6/x പ്ലസ് 8/y ഈക്വൽ ടു 1/14. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ രണ്ട് ഇക്വേഷൻ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ സോൾവ് ചെയ്തിട്ട് എക്സും വൈയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് എന്ന് പറയുന്നത് മാൻ അലോൺ ഫിനിഷ് ചെയ്യുന്ന വർക്ക് എത്ര ദിവസം കൊണ്ടാണ്. അതുപോലെ വൈ എന്ന് പറയുന്നത് ബോയ് ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന ദിവസം, വർക്ക് ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന ദിവസം. അപ്പം ഇവിടെ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനെ ഇനി എന്ത് ചെയ്യണം? നമുക്ക് 10നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 10നെ ഇങ്ങോട്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ആദ്യം 1/x = p എന്ന് കൊടുക്കുക, 1/y = q എന്ന് കൊടുക്കുക. അപ്പോൾ 8/x എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായി? അവിടെ 8p പ്ലസ് 12q = 1/10. ഇനി 10നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. 80p പ്ലസ് 120q = 1. ഫസ്റ്റ് ഇക്വേഷൻ അങ്ങനെയായി മാറി. ഇനി സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് 6/x ആണ്. 6/x എന്ന് പറയുമ്പോൾ 60 പ്ലസ് 8q = 1/14 ആണ്. അപ്പോൾ 14 × 6, 14 × 6 എന്ന് പറയുമ്പോൾ 84. 84p പ്ലസ് 14 × 8 112q = 1. ഇത് നമ്മുടെ തേർഡ് ഇക്വേഷൻ, ഇത് നമ്മുടെ ഫോർത്ത് ഇക്വേഷൻ. ഇനി അത് രണ്ടും നമ്മൾ സോൾവ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ ഇപ്പോൾ നമുക്ക് എലിമിനേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ അത് സോൾവ് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? 80p പ്ലസ് 120q = 1 ആണ്. അപ്പോൾ 80p = 1 മൈനസ് 120q ആണ്. p = 1 മൈനസ് 120q/80. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായി? 84 ഉണ്ട് അവിടെ. 84 × 1 മൈനസ് 120q / 80 പ്ലസ് 112q = 1. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഹോൾ / 8 അതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അതിന് മുമ്പ് ഇതിൽ രണ്ടിലും നമുക്ക് കോമൺ ആയിട്ടുള്ള നമ്പറും ഉണ്ട്, ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എത്രയാണ് വരിക? 20. ഇതിന് 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 21. ഇപ്പോൾ 21/20 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്തായി മാറി? ഇവിടെ 21 × 1 മൈനസ് 120q പ്ലസ് 112q × 20 ഹോൾ / 20 വരും.
ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി ഈ 20 ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക, എന്നിട്ട് അതിനെ ഷോർട്ടാക്കി കൊണ്ടുവരിക. പി അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 21 മൈനസ് 21 ഇൻറ്റു 120Q വരും അവിടെ, പ്ലസ് 112Q ഇൻറ്റു 20 ഈക്വൽ ടു ഈ 20 ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 എന്നായി. ഇനി ഇവിടെ 21 മൈനസ് 120 ഇൻറ്റു 21 2 1 4 2 അപ്പോൾ എത്രയാണ് വരുന്നത്, 252 2520Q പ്ലസ് ഇവിടെ 112 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 422 2240Q ഈക്വൽ ടു 20. ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ 21 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -21 ആയി. 20 മൈനസ് 21 കിട്ടി. ഇവിടെയാണെങ്കിൽ 2520 മൈനസ് 2240 ആണുള്ളത്. 08 ഇവിടെ 4 ആവുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്തത് തെറ്റിയോ. 112 ഇൻറ്റു 2 എന്ന് പറയുന്നത് 4. അപ്പോൾ 280Q ഈക്വൽ ടു -280Q ഈക്വൽ ടു -1, Q ഈക്വൽ ടു 1/280 എന്നാണ് വരുന്നത്. അതായത് -1/-280 ആണ് വരുന്നത്. അപ്പോൾ Q ഈക്വൽ ടു 1/280 കിട്ടി. Q 1/280 കിട്ടിക്കഴിഞ്ഞാൽ P നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്, 1 മൈനസ് 120Q/80 ആണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് P കണ്ടുപിടിക്കുക. P ഈക്വൽ ടു 1 മൈനസ് 120 ഇൻറ്റു Q എന്ന് പറയുന്നത് 1/280 ഡിവൈഡ് ബൈ 80. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇനി P കണ്ടുപിടിക്കാം. അപ്പോൾ P കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ 0 ക്യാൻസലായി. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഷോർട്ട് ആക്കാം. 12നും 28ലും എന്ത് കോമൺ ആയിട്ടുണ്ട്, 4 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 എന്ന് എഴുതാം, ഇവിടെ 7 എന്ന് എഴുതാം. അപ്പോൾ ഇത് എങ്ങനെയാണുള്ളത്, ഇപ്പോൾ 1 മൈനസ് 3/7 ഡിവൈഡ് ബൈ 80 ആണുള്ളത്. അപ്പോൾ 7 മൈനസ് 3/80 അതായത് 4/80 ആണ് വരുന്നത്. 4/80 എന്ന് പറഞ്ഞാൽ 1/20. അപ്പോൾ 4/80 1/20. സോറി, ആ ഒരു 7ഉം കൂടി ഡിനോമിനേറ്ററിൽ വരും. അതായത് 7 മൈനസ് 3 ഡിവൈഡ് ബൈ 7 ഇല്ല, ആ 7ഉം കൂടി വരും. അപ്പോൾ 7 ഇൻറ്റു 7 ഇവിടെ 1/140 ആണ് വരുന്നത്. കാൽക്കുലേഷൻ ശ്രദ്ധിച്ച് ചെയ്യണം, ഒരുപാട് സ്റ്റെപ്പാണ്. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. 7 മൈനസ് 3 ഡിവൈഡ് ബൈ 7. അപ്പോൾ 7 മൈനസ് 3 ഡിവൈഡ് ബൈ 7 ഇവിടെ വന്ന് ഇവിടെയുള്ള 80 ഇത് തന്നെ. അപ്പോൾ 4/80 ഇൻറ്റു 7 ഇത് രണ്ടും ക്യാൻസലായി 1/140. ഇത് ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്, P ഈക്വൽ ടു 1/140യും Q എന്ന് പറയുന്നത് 1/280 ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എന്താണ് കാണേണ്ടത്, എക്സ്. നമ്മൾ എങ്ങനെയാണ് എടുത്തിട്ടുള്ളത്, 1/x ഇസ് ഈക്വൽ ടു P, 1/y ഈക്വൽ ടു Q ആണ്. അപ്പോൾ 1/x ഇസ് ഈക്വൽ ടു 1/140, x ഇസ് ഈക്വൽ ടു 140. മേൻ alone can finish work x days ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ മേൻ ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് 140 ഡേയ്സ് ആണ്. അപ്പോൾ ബോയ്സിന് ഒരു ബോയ് അലോൺ ഫിനിഷ് ചെയ്യണമെങ്കിൽ എന്തായാലും ഇതിലും കൂടുതൽ ദിവസം വേണ്ടി വരും. അപ്പോൾ Q ഈക്വൽ ടു 1/y ഈക്വൽ ടു 1/280 ആണ്. അപ്പോൾ y ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്, 280. അപ്പോൾ ബോയ് അലോൺ ക്യാൻ ഫിനിഷ് ദ വർക്ക് ഇൻ 280 ഡേയ്സ്, മാൻ അലോൺ ക്യാൻ ഫിനിഷ് ദ വർക്ക് ഇൻ 140 ഡേയ്സ് ആണ്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.